ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്. പിന്നെ ഇത് എങ്ങനെ ഇതിനെ ഇംപ്ലിമെന്റ് ചെയ്യും, എങ്ങനെ ഇത് കൂടുതൽ പേരിലേക്ക് എത്തിക്കും, അത് വ്യക്തികൾക്ക് ഇൻഡിവിജ്വലായിട്ടും സംഘടനകൾക്കും ഗവൺമെന്റിനും സ്റ്റേറ്റിനും ഒക്കെ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ കേരളത്തിൽ ഇപ്പം IT മിഷൻ ജിംബ് പോലത്തെ സോഫ്റ്റ്വെയർസ് പഠിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരു പക്ഷേ സ്കൂളിലൊക്കെ IT മിഷനോട് എന്റെ ഒരു സജഷൻ ബ്ലെൻഡർ പോലത്തെ സോഫ്റ്റ്വെയറും ബ്ലെൻഡറും അല്ലെങ്കിൽ അങ്ങനത്തെ പിന്നെ മീഡിയ റിലേറ്റഡ് ഉള്ള സോഫ്റ്റ്വെയർ കൂടെ ഈ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കി കഴിഞ്ഞാൽ അത് പഠിക്കുന്ന ഒരാൾക്ക് തൊഴിൽ കിട്ടുകയാണ്, വരുമാനം കിട്ടുകയാണ്. നമുക്ക് എന്ത് പറഞ്ഞാലും നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴേ നമുക്കൊരു അറ്റ്ലീസ്റ്റ് ജീവിച്ചു പോകാനുള്ള സർവൈവ് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടല്ലോ. അതൊരിക്കലും നിഷേധിക്കാൻ പറ്റില്ല. എന്തിനേയും സർവൈവൽ എന്നുള്ളൊരു സാമ്പത്തികം ഒരു അടിസ്ഥാനമാണ്. അപ്പം ഇതിനുവേണ്ടി സമയം ചെലവഴിക്കുന്ന ഒരാൾ, ബ്ലെൻഡർ എന്ന് പറഞ്ഞ ഒരു ഫ്രീ സോഫ്റ്റ്വെയർ പഠിക്കാൻ ചെലവഴിക്കുന്ന ഒരാൾ സമയം ചെലവഴിക്കുമ്പോൾ അതുകൊണ്ട് അയാൾക്ക് ജീവിതത്തിൽ ഒരു ഗുണം കിട്ടിയാൽ മാത്രമേ അതിലേക്ക് കൂടുതൽ ആഴത്തിലേക്ക് പോകാനും അത് സമൂഹത്തിന് ഗുണം ചെയ്യാനും പറ്റും. അപ്പൊ ഈ സോഫ്റ്റ്വെയറിൽ റിസൾട്ട് കിട്ടുന്നുണ്ട്. ഇന്നലെ വരെ അത് ഏതെങ്കിലും കമ്മ്യൂണിറ്റിയുടെ ചില വ്യക്തികളുടെയോ സോഫ്റ്റ്വെയർ ആയിരുന്നെങ്കിൽ ഇന്ത്യയിലെ ഇന്ന് വലിയ പോസ്റ്റ് പ്രൊഡക്ഷൻ ഹൌസസ് പോലും അത് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് വിത്തിൻ ഒരു ചെറിയൊരു സമയത്തിനുള്ളിൽ 2009 അത് ഈ പ്രോജക്റ്റോടെ സംഭവിക്കുകയാണ്. കാരണം പല സ്റ്റുഡിയോസും അത് റിയലൈസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഒരു പുതിയൊരു തൊഴിൽ സാധ്യത അതിനകത്ത് വരുന്നുണ്ട് ഒരാസ്പെക്ടിൽ. വേറെ ആസ്പെക്ടിൽ ഫ്രീ സോഫ്റ്റ്വെയർ എന്ന രീതിയിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി നമുക്ക് ഉപയോഗിക്കാൻ വിത്ത് ഇന്റർനാഷണൽ ക്വാളിറ്റി അതൊരു വലിയ ഘടകമാണ്. അത് ക്വാളിറ്റി ഒരു ഘടകമുണ്ടല്ലോ എന്ത് പറ്റാലും. കാരണം നമ്മൾ ചെയ്യുന്ന സാധനത്തിന് ഒരു ക്വാളിറ്റി ഉണ്ടാവുന്നുള്ളൂ, മറ്റുള്ളവരും വലിയൊരു ക്വാളിറ്റി വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഉപയോഗിക്കാൻ പറ്റാൻ വരും. പക്ഷെ ഈ സോഫ്റ്റ്വെയർ അത് വെച്ച് നമുക്ക് ഇന്റർനാഷണൽ ക്വാളിറ്റി ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ അത് വേറെ സ്വാതന്ത്ര്യത്തിലേക്കാണ് കടക്കുന്നത്. എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ ഫ്രീ സോഫ്റ്റ്വെയറിന്റെ പ്രത്യേകത ഇപ്പൊ ഏറ്റവും പെട്ടെന്ന് ഇവിടുന്ന് റിയലൈസ് ചെയ്യുകയും യൂസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ വലിയ വലിയ പോസ്റ്റ് പ്രൊഡക്ഷൻ ഹൗസസ് ആണ്. തിരിച്ചറിഞ്ഞപ്പം അതൊരു വലിയ സന്തോഷമുണ്ടായി. അത് മറ്റു വ്യക്തികൾക്കും ഉപയോഗിക്കാം. എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളതാണ് അടുത്ത വിഷയം. അപ്പം ഒരു ബേസിക് ആയിട്ട് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇതാണ്. എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ചോദിക്കാനുണ്ടെങ്കിൽ പടം ഭയങ്കര ടൈം 10 minutes 15 minutes. ഇതെല്ലാം ബ്ലെൻഡറിന്റെ സൈറ്റില് ഗാലറിയിൽ കാണാൻ കിട്ടും. അല്ലാതെ വേറൊരു സോഫ്റ്റ്വെയറിൽ ചെയ്ത സാധനം ബ്ലെൻഡർ എന്ന് പറഞ്ഞാൽ കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ നമ്മളെല്ലാത്തെയും സംശയിച്ച് കാണുന്ന ഒരു സമൂഹമാകുമ്പോൾ അങ്ങനെ ചിന്തിക്കാമല്ലോ. ഇത്രയും വലിയ വർക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുമെന്ന് ഇതിൽ ചെയ്തതാണ്. എന്റെ സൈറ്റിൽ നിന്ന് ഞാൻ ഡൗൺലോഡ് ചെയ്തതാണ് നിങ്ങളെ കാണിക്കാൻ പറ്റും. പക്ഷെ അത് ഏതാണ് ഉദ്ദേശിച്ചത്? അല്ല, ദിസ് ഇസ് ഒരു 3D ഇന്റർഫേസ് ഉണ്ട്. മായയുടെ മാക്സിന്റെ കൂടെ ഇന്റർഫേസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു വ്യത്യാസമില്ല. ചില ഫ്രീഡം ഉള്ളത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം, ഇന്റർഫേസ് കസ്റ്റമൈസ് ചെയ്യാം. ദെൻ പൈത്തൺ ആണ് ഇതിനകത്ത് ഉപയോഗിക്കുന്ന സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. ഒരു അഡ്വാൻസ്ഡ് ലെവലിൽ വി ക്യാൻ ഡു പൈത്തൺ സ്ക്രിപ്റ്റിംഗ് ആണ്. ഞാൻ അതിന്റെ ഇന്റർഫേസ്, ദിസ് ഈസ് ദ ഇന്റർഫേസ് ഓഫ് ബ്ലെൻഡർ. ഇതാണ് അതിന്റെ ഇന്റർഫേസ്. ഏറ്റവും മേളിൽ കാണുന്നത് ഇൻഫർമേഷൻ ബാർ ആൻഡ് അതർ വർക്ക് സ്പേസ്, താഴെ ബട്ടൺ വിൻഡോ. ഇത് അക്കോർഡിംഗ് ടു നമ്മൾ വർക്ക് ചെയ്യുന്നതനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാം. മോഡലിംഗിന് ഒരു വിൻഡോ, ആനിമേഷന് വേറെ വിൻഡോ, സീക്വൻസ് എഡിറ്റിംഗിന് വേറെ വിൻഡോ. ആൻഡ് ദിസ് എ പവർഫുൾ ഗെയിമിംഗ് എഞ്ചിൻ ആണ്. ഗെയിം ചെയ്യാൻ പറ്റുന്ന ഒരു എഞ്ചിൻ കൂടിയാണ്. അതിന് വേറെ വിൻഡോ ആണ്. ആൻഡ് നമ്മുടെ അതനുസരിച്ച് വി ക്യാൻ കസ്റ്റമൈസ് ഇറ്റ്. യെസ്. Lot of size. How it is just reduced to some 20 or 30 MB. അത് കുറച്ചുകൂടെ ഒരു സോഫ്റ്റ്വെയർ എക്സ്പെർട്ട് പറയാൻ പറ്റുന്ന ചോദ്യം. ഞാൻ അത്തരം കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ബിക്കോസ് ഞാനും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇത്രയും ഫീച്ചറുള്ള ഒരു സോഫ്റ്റ്വെയർ എങ്ങനെ 14 MB ചെയ്യാൻ പറ്റുന്നുണ്ടത്. അത് മേ ബി ദ എക്സ്പെർട്സ് ക്യാൻ ഓൺലി എക്സ്പ്ലെയിൻ ദാറ്റ്. ആസ് എ ക്രിയേറ്റർ എന്ന രീതിയിൽ മാത്രമേ എനിക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റൂ. Question: how? Because normally the softwares with the Maya Max is more than 500 MB. The size of Blender is only 15 MB. How this software made this small size like this?
very short answer. The answer to that question consists in the OpenGL library. You know, the OpenGL library is compact and it's already available inside the all the standard graphics accelerators. So what Blender does is that it just uses that library and produces the files and the models. And all the actions and the simulations and the various processes that have to be done are all defined using that particular standard. So, and since the commercial versions do not use any standard, they are bloated. Whereas here we are using a standard modeling language for doing it. Everything is done in a language called OpenGL, which is actually originally developed by Silicon Graphics. But after Silicon Graphics has released it under free software model, and it became a kind of a standard for all 3D animation or 3D graphics or whatever you want to do. So that's how they managed to put it all together in such a small size. The same is the case with any proprietary format and the corresponding free standards. Free standards are always very compact and small. This one. Last one.